ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതിൻ്റെ പ്ലാനിങ് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഡെക്കോർ എങ്ങനെ ഡിസൈൻ വേണം, എങ്ങനത്തെ കേക്ക് വേണം, ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ കേക്ക് ഷാരോണയും കൊണ്ട് മേടിപ്പിക്കും കേട്ടോ. ഷാരോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി എൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ബ്ലാക്ക് ബോയ്, ഞാൻ എൻ്റെ റെഫറൻസ് പിക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ബ്ലാക്ക് കളർ ബോയ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഏകദേശം ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ട് ബോയെ നമുക്ക് ബാക്കി ഇനി കിടക്കാറ് ചെയ്യാനായിട്ട്. ഗൈസ്, നമ്മൾ സാധനം മേടിക്കാനായിട്ട് പുറത്തു പോകട്ടോ. സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എനിക്ക്. ഗൈസ്, നമ്മൾ ലുലുവിൽ വന്നാട്ടോ. നമ്മൾക്ക് ബർത്ത്ഡേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. സോ അത് മേടിക്കാനായിട്ട് ഇതാണ് എൻ്റെ ഷെഫാണിത്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത്. പുള്ളിയാണ് നാളത്തെ ഫുൾ മെനു, കുക്കിങ്, പിന്നെ പാത്രം കഴുക്ക്, അരിയ മിക്കവാറും നാളെ ഈ പറയുന്നതൊക്കെ അപ്രന്റീസ് ഞങ്ങളും മെയിൻ എന്നിട്ട് കുക്ക് ചെയ്യുന്ന പുള്ളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സാധനം പോയി മേടിക്കാം. നമ്മൾ മീൻ മേടിച്ചു കേട്ടോ. നമ്മൾ ബീഫ് മേടിക്കാൻ പോവാം. ബീഫിൻ്റെ കറ്റുമ്പോൾ ഭയങ്കര കാള് വേണോ? വീല് കാളയാണോ? അത് ബുഫല്ലോ വേണോ? ബുഫല്ലോ വേണോ? അത് ബീഫ് വേണോ? വീല് വേണോ? ബുഫല്ലോ വേണോ? വെറൈറ്റി ആയിട്ട് ഒട്ടകത്തിൻ്റെ ഇറച്ചി എടുത്താലോ? ഇതായിട്ട് നമ്മൾ ലുലുന്ന് മേടിച്ചുകൊണ്ട് വന്ന സാധന സാമഗ്രികൾ. നാളത്തെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത്, ഇടുക്കി സ്പെഷ്യൽ ബീഫ്. പേരൊക്കെ ഇട്ടോ. പേരൊക്കെയല്ല, പേരൊക്കെ ഇട്ടെന്ന്. ബീഫ് മുറിച്ചോണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഡെക്കറേഷനിലേക്ക് പോകാം. എനിക്കിനി മീൻ കറി വെക്കണം. ബാക്കി കുറേ ഉണ്ട്. ഇതെല്ലാം ഇനി സെറ്റാക്കി വെക്കണം. ഗൈസ്, ഇതൊരു ട്രിക്കാണ് കേട്ടോ. ട്രിക്കല്ല, നമുക്ക് സ്വന്തമായിട്ട് ബർത്ത്ഡേസൊക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടി. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ 4 ബോർഡറും വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ട, ഫോട്ടോയെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ടുള്ള ക്യാപ്ഷൻസോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെക്കോറിൽ ഉൾപ്പെടുത്താൻ നല്ല രസമാണ്. ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ ഡെക്കറേഷൻ നമ്മൾ പൂർത്തിയാക്കിട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. വലിയ ഹെവിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് എടുത്തത്. സോ കുറച്ച് ബോയോ, കുറച്ച് ബലൂണ്, പിന്നെ ഞാൻ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ കുറച്ച് കോഡ്സും കാര്യങ്ങളും, കോഡ്സല്ല ജസ്റ്റ് വാട്ട് ഐ ഫീൽ ലൈക്ക്, അങ്ങനത്തെ കുറച്ച് ഇൻസ്പിറേഷനിലൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് കോട്ടൊക്കെ എഴുതി. ദെൻ ഒരു പേപ്പറിൽ നോർമൽ ഹാപ്പി ബർത്ത്ഡേ, അങ്ങനത്തെ ഒരു ഫുൾ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് സെറ്റപ്പ്. സോ ദിസ് ഈസ് ദ ലുക്ക്. നമുക്കിനി ഫുഡിന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കുക്ക് ചെയ്യാം. ഫ്ലവേഴ്സ് മേടിക്കുന്നു കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് കളർ റോസ് ഫ്ലവർ, അത് നമുക്കിനി ഞാനൊരു ചെറിയ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നോട്ടുള്ളത് വെച്ചിട്ട്. ഇതിങ്ങനെ വെക്കാനായിട്ട് പറ്റില്ലല്ലോ, ഒരു രസം തോന്നില്ല. അപ്പോൾ നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം.
ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇത് പിൻട്രസ്റ്റിലായിട്ട് എന്തെങ്കിലും സദൃശം ഉണ്ടെങ്കിൽ എന്റെ കുറ്റമാക്കുന്നതല്ല, തികച്ചും യാത്രികം മാത്രം. ഗൈസ് നമ്മുടെ സേമിയ പായസം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ലിറ്റർ കുറച്ചുകൂടെ പാലോട് ഒഴിക്കാനുണ്ട്. തിളച്ച് വരണം. നമ്മുടെ സേമിയ പായസം ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടാക്കിട്ടോ. ഒന്ന് നമ്മൾ മെയിനായിട്ട് ചോറും തോരൻ കറി, മെഴുക്കുവരട്ടി, മോര്, മീൻ വറുത്തത്, മീൻ കറി, ബീഫ് റോസ്റ്റ്, ചമ്മന്തി, പിന്നെന്തായിരുന്നു തോരൻ, അങ്ങനെ കുറേ ഐറ്റംസ്. ഓണസദ്യ, ബീഫ് റോസ്റ്റും ചമ്മന്തിയുള്ള ഓണം. അപ്പം അവിയലും സാമ്പാറും, പയറ് തോരനുണ്ട്, മോര്, മീൻകറി, ബീഫ് റോസ്റ്റ്. എന്തിനാ റെഡി ആക്കി വെച്ചേക്കണേ? മുട്ട ഓംലെറ്റ് ഉണ്ട്. വെരി ഗുഡ്. ആ പാളിയോ എന്താ സംഭവിച്ച? ഇഞ്ചി കൂടിപ്പോയല്ലേ? ചുക്ക് നമ്മള് അന്ന് പെസഹായ്ക്ക് പാലുണ്ടാക്കിയപ്പോ ചുക്ക് കൂടിപ്പോയി. കുഴപ്പമില്ലെന്നല്ലോ. ഇല്ല അത് കറക്റ്റ് ഉണ്ടാക്കി. എന്താ കൂലി പ്രശ്നോ? കൂലി പേടിച്ചിരിക്കോ കേട്ടോ. യുദ്ധത്തിന്റെ തീവ്രതയിൽ കൂലി ചേട്ടാ ഇറങ്ങി ഓടുന്ന പറഞ്ഞ എല്ലാം കൂടെ പൂട്ടിയിട്ടിട്ട് താനും ചാവും എന്നെ കൂടെ കൊല്ലുമെന്ന് ചോദിക്കുന്നത്. മിക്കവാറും എടാ നീ മുട്ടി വെട്ടിയാ? ഒരാള് നാട്ടിൽ പോകുന്ന പറഞ്ഞ 2-ാം തീയതി, 5-ാം തീയതി, 8-ാം തീയതി, ഇനി അടുത്ത് 40 ദിവസം. ഇത് ന്യൂ മോഡൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ക്രിക്കറ്റ് കാണും കേട്ടോ. ഗൈസ് നമ്മൾ പിറ്റേ ദിവസം ഇവിടെ മാർഗം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.